നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. യുണൈറ്റഡ് സ്കിൽസ് അക്കാദമി നൽകുന്ന ക്യാൻവയുടെ ഡിസൈനിങ് കോഴ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ക്യാൻവ കോഴ്സ് ആരംഭിക്കുകയാണ്. ഡിസൈനിങ് താല്പര്യമുള്ള ആളുകൾക്ക്, എന്നാൽ ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ, അഡോബ് ഇൻഡിസൈൻ, അതുപോലെ പ്രീമിയർ ഇങ്ങനത്തെ സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കാൻ പ്രയാസമുള്ള ആളുകൾക്കൊക്കെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, അതുപോലെ വെബ്സൈറ്റ് കൂടെയാണ് ക്യാൻവ എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് ആരുടെയും ആശ്രയമില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ക്യാൻവ എന്ന് പറയുന്നത്. ഇതിന് ആപ്ലിക്കേഷൻ മൊബൈലിലുണ്ട്, കമ്പ്യൂട്ടറിലുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറി നോക്കാം. ക്യാൻവയിലേക്ക് കയറുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിലാണെങ്കിൽ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഐഫോണിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ക്യാൻവ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആപ്ലിക്കേഷൻ കിട്ടും. വെബ്സൈറ്റിലാണെങ്കിൽ നമ്മൾ canva.com എന്നുള്ള വെബ്സൈറ്റിലേക്ക് കയറിയാൽ മതി. ക്യാൻവയുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡാഷ്ബോർഡ് കാണാം, ഒരു ഇൻ്റർഫേസ് കാണാം. ക്യാൻവ എന്ന് പറയുന്നത് ഒരു വലിയ മേഖലയാണ്. അത് ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനിങ്ങുള്ള ഒരു വലിയ മേഖലയാണ്. ലക്ഷക്കണക്കിന് ഡിസൈനുകളുടെ പ്രീസെറ്റ് ടെംപ്ലേറ്റ്സ് ഉള്ള ഒരു മേഖലയാണ് ക്യാൻവ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻവയെക്കുറിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആദ്യം പറയാം. അതിനുശേഷം ഓരോ ക്ലാസ്സുകൾ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് പഠിക്കാം. നമുക്ക് ക്യാൻവയുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങോട്ട് കാണാം, വാട്ട് വിൽ യു ഡിസൈൻ ടുഡേ? നിങ്ങൾക്ക് ഇന്നെന്ത് ഡിസൈൻ ചെയ്യാൻ കഴിയും, നിങ്ങൾ ഇന്നെന്ത് ഡിസൈൻ ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഫോർ യു, നമുക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ഇവിടെ കാണാം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിൽ കാണിക്കുന്ന ഡിസൈനുകളാണ്. മൊബൈലിലും ഇതേപോലെ തന്നെ ആയിരിക്കും, ചെറിയ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക. ഇവിടെ ഡോക്യുമെൻറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. വൈറ്റ് ബോർഡ് ഡിസൈൻ ചെയ്യാൻ കഴിയും. പ്രസൻറ്റേഷനുകൾ, നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ആളുകൾക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പ്രസൻറ്റേഷൻസ്. പിന്നെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഡിസൈനുകൾ, വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാം, പ്രോഡക്റ്റുകൾ പ്രിൻ്റ് ചെയ്യാനുള്ളത്, വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ കഴിയും. അതുപോലെ മോർ എന്ന് അടിച്ചു കൊടുത്താൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വേറെയും വരും. നമുക്ക് നോക്കാം. ഇൻഫോഗ്രാഫി, ഫോട്ടോയുടെ കൊളാഷ്, അതുപോലെ ഡെസ്ക് ടോപ്പിൻ്റെ വാൾപേപ്പർ, ഗ്രാഫുകൾ, പുസ്തകത്തിൻ്റെ കവറ്, അതുപോലെ മൈൻഡ് മാപ്പ്, പിന്നെ മാഗസിൻ്റെ കവറ്, സൂം ഉണ്ടല്ലോ നമുക്ക് ലൈവായിട്ട് ക്ലാസ് എടുക്കുന്ന, അതിൻ്റെ വിർച്വൽ ബാക്ക്ഗ്രൗണ്ട്, കലണ്ടറുകൾ, പോസ്റ്ററുകൾ, വർക്ക്ഷീറ്റുകൾ, അതുപോലെ റിപ്പോർട്ടുകൾ, പ്ലാനറുകൾ, കോമിക് സ്ട്രിപ്പ്, പ്രൊപ്പോസലുകൾ. വലിയ മേഖലയാണ് ഈ പ്രൊപ്പോസൽ എന്നൊക്കെ പറഞ്ഞാൽ. ഒരു ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ ഷെഡ്യൂൾ, കോൺസെപ്റ്റ് മാപ്പ്, ആർട്ടിസ്റ്റിക് CD കവറ്, ഗ്രാഫിക് ഓർഗനൈസർ, ടാഗ്, ഇൻവോയ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈ ക്യാൻവയിലൂടെ ഡിസൈൻ ചെയ്യാൻ കഴിയും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ കുറഞ്ഞ മാത്രമാണ്. ബുക്ക് കവർ, യൂട്യൂബ് ഇൻട്രോ, ഫ്ലയർ, ലെസൺ പ്ലാന്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം, പ്രോഗ്രാമുകൾ ഉണ്ടാക്കാം, അതുപോലെ ബ്ലോഗ് ഗ്രാഫിക്സ്, ബുക്ക് മാർക്ക്, ഫോൺ വാൾപേപ്പർ, ഇങ്ങനെ ഒട്ടനേകം മേജറായിട്ട് ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്ന, ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ക്യാൻവ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോം വഴി മാത്രം ഡിസൈൻ ചെയ്യുകയും അവരുടെ കമ്പനികളെ വളർച്ചയിലെത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. യുണൈറ്റഡ് സ്കിൽസ് അക്കാദമി എന്ന എൻ്റെ സ്ഥാപനം ഞാൻ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്നത്, എൻ്റെ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്യുന്നത്, കോഴ്സിൻ്റെ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതെല്ലാം ക്യാൻവയിലൂടെയാണ്. ക്ലാസ്സുകൾ എടുക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നത് തുടങ്ങി മേജറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ക്യാൻവയിലൂടെയാണ്. അതുപോലെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ആവശ്യമായിട്ടുള്ള, ഇവിടെ സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്റുകൾ, ഫോട്ടോ എഡിറ്റിങ്, ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ട പോസ്റ്റ്, ഫേസ്ബുക്കിലേക്ക് വേണ്ട പോസ്റ്റ്,
ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ട സ്റ്റോറി, വാട്സപ്പ് സ്റ്റാറ്റസ്, അതുപോലെ ഫേസ്ബുക്ക് കവർ പേജ്, ഇൻസ്റ്റഗ്രാം റീല്, ടിക്ടോക്ക് വീഡിയോ, യൂട്യൂബിൻ്റെ തമ്പനെയിൽ, യൂട്യൂബിൻ്റെ ഇൻട്രോ വീഡിയോ, ആനിമേറ്റഡ് സോഷ്യൽ മീഡിയ, അതുപോലെ സോഷ്യൽ മീഡിയ, യൂട്യൂബ് ബാനർ, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇതിലൂടെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും. താഴേക്ക് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ കാണാം. ഫേസ്ബുക്കിന് ആവശ്യമായിട്ടുള്ള ഡിസൈൻസ്, ലിങ്ക്ഡിന് ആവശ്യമായിട്ട് ടെംപ്ലേറ്റ്സുകൾ എല്ലാം ഇവിടെ കാണാം. ഈ ടെംപ്ലേറ്റുകൾക്കൊരു അറ്റമില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുക. അറ്റം ഉണ്ടെങ്കിലും നമുക്ക് അറ്റമില്ലാത്തതായിട്ട് തോന്നും. ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ വീഡിയോ ഡിസൈൻ ചെയ്യാം, പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാം, ആവശ്യമായിട്ടുള്ള എല്ലാം ഡിസൈൻ ചെയ്യാം. നമുക്കൊരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ ആ ബ്രാൻഡിനെ നമുക്കിവിടെ ബ്രാൻഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രാൻഡിൻ്റെ ലോഗോ നമുക്കിവിടെ ചെയ്യാം. ബ്രാൻഡിൻ്റെ കിറ്റ് ഒരു ബ്രാൻഡാകുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ യുണൈറ്റഡ് സ്കിൽസ് അക്കാദമി എന്നുള്ള സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് ലോഗോ ആണിത്. ഈ ബ്രാൻഡിൻ്റെ ലോഗോൻ്റെ കളറ് ഈ റെഡും നീലയുമാണ്. അപ്പോൾ ഈ കളറിനനുസരിച്ച് നമുക്ക് ഇവിടെ ബ്രാൻഡ് കിറ്റ് ലോഡ് ചെയ്യാം, ബ്രാൻഡ് ടെംപ്ലേറ്റ്സ് ലോഡ് ചെയ്യാം, ലോഗോകൾ ഡിസൈൻ ചെയ്യാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എടുക്കാം. ആ പോസ്റ്റിലേക്കുള്ള സൈറ്റ് തുറന്നു വരും. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഡിസൈന് ആരംഭിക്കുന്നത്. ഈ ഡിസൈനിങ്ങിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്തിനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കോഴ്സിൻ്റെ പോസ്റ്ററാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇവിടെ കോഴ്സ് എന്നടിച്ചു കൊടുക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിസൈനുകൾ, ഓൾ റിസൾട്ട്സ് ഇവിടെ വരും. ഒരുപാട് ഡിസൈനുകൾ, ഒട്ടനേകം റിസൾട്ടുകൾ. ഈ ഡിസൈനുകൾ നമുക്ക് എടുക്കുക. ജസ്റ്റ് ഇപ്പോൾ ഒരു റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഈ പോസ്റ്റർ ഞാൻ എടുത്തു. ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ലോഗോ ആണെങ്കിൽ ഈ ലോഗോ ഇവിടുന്ന് മാറ്റിയിട്ട് ഇത് ക്ലിക്ക് ചെയ്യാം. ഈ ലോഗോ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് വേറൊരു ലോഗോ, ഇപ്പോൾ ഉദാഹരണത്തിന് യുണൈറ്റഡിൻ്റെ ലോഗോ ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ലോഗോസ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലോഗോ ഞാനിവിടെ കൊടുത്തു, അതിവിടേക്ക് കൊടുത്തു. ഇനി സ്ഥാപനത്തിൻ്റെ പേര് എനിക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേര് എനിക്കിവിടെ കൊടുക്കാം. വെരി സിമ്പിളാണ്. ഇനിയിപ്പോൾ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വേറെ ആരെങ്കിലുടെയും ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ജസ്റ്റ് അടിച്ചു കൊടുക്കാം. അവിടെ ഫോട്ടോസ് വരെ ഗ്രാഫിക്സ് ആയിട്ടുള്ള പിക്ചർ വേണമെങ്കിൽ അങ്ങനെ കിട്ടും, ഫോട്ടോസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി വീഡിയോസ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഈ ഫോട്ടോയാണ് ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് കൊടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ആ പിക്ചർ അവിടെ വന്നു. ഇവിടെ പേര് മാറ്റാം, 40% ഓഫ്, ഇതൊക്കെ മാറ്റാം. അത് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് മാറ്റാം. കണ്ടില്ലേ, വളരെ ഈസിയാണ്. ഇനി നമുക്കിത് എങ്ങനെയൊക്കെ, ഇതിപ്പോൾ ഞാനൊരു ജസ്റ്റ് ഡിസൈനിങ് കാണിച്ചെന്നാണ്, അതൊന്നും മാറ്റിയിട്ടില്ല. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയർ എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ പല രീതിയിലുള്ള ഡൗൺലോഡിങ് ഓപ്ഷൻസ് ഉണ്ട്. ഡൗൺലോഡ് എടുത്ത് PNG ആണെങ്കിൽ PNG, JPG ആണെങ്കിൽ അങ്ങനെ, PDF ആണെങ്കിൽ അങ്ങനെ, എല്ലാം MP4 വീഡിയോ ആണെങ്കിൽ അങ്ങനെ, SVG, ഗിഫ്, ഇതൊക്കെ ഈ രീതിയിലൊക്കെ ഡൗൺലോഡ് ഓപ്ഷൻ എടുത്ത് ഡൗൺലോഡ് എടുക്കാം. കണ്ടില്ലേ, PNG ആയിട്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിവിടെ ഓട്ടോമാറ്റിക്കലി ലോഡായി ഡൗൺലോഡ് ആവുന്നു. ഇത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. അവിടെ ഡൗൺലോഡായി, വളരെ ഈസിയാണ്. ഇങ്ങനെ പല രീതിയിലും ഡിസൈൻ ചെയ്യാൻ നമുക്ക് കഴിയുന്ന ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഒരു ഇമേജ് ഡിസൈനിങ് ആണ് ഞാനിപ്പോൾ കാണിച്ചത്. നമ്മുടെ ഈ കോഴ്സിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാം, മലയാളത്തിൽ പഠിക്കാം പാർട്ട് 1. ഇത് ഈ ക്ലാസ്സിൻ്റെ വീഡിയോയുടെ തമ്പനെയിലാണത്. ഇത് ഞാനിതിൽ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ പോസ്റ്റർ ഡിസൈനിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് കൂടുതൽ ആശ്രയിക്കുന്നത്. വീഡിയോ ഡിസൈനിങ് ഉണ്ട്. ഇനിയിപ്പോൾ ലോഗോ വേണമെങ്കിൽ ലോഗോ ചെയ്യാൻ, നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് ലോഗോ, ഇവിടെ ലോഗോ ആണെങ്കിൽ ലോഗോ എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല രീതിയിലുള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലോഗോസൊക്കെ, ലോഗോയിലെ ടെംപ്ലേറ്റുകൾ ഇവിടെ കാണാം. ഈ ലോഗോ നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി ഇഷ്ടം പോലെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഉദാഹരണം നോക്കാം നമുക്ക്. ഈ ഒരു ലോഗോ ആണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ ലോഗോ എടുക്കുക, അത് കസ്റ്റമൈസ് ചെയ്യുക. ഒരു പേരൊക്കെ മാറ്റി കൊടുക്കാം. ഓക്കെ, കണ്ടില്ലേ, യുണൈറ്റഡ് സ്കിൽസ് അക്കാദമി എന്ന് കൊടുത്തു. ഇവിടെ മാറ്റങ്ങൾ വരുത്താം. ഈ സ്റ്റാറൊക്കെ അങ്ങോട്ട് മാറ്റമൊക്കെ ചെയ്യാം. അത് ഡിലീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ സ്റ്റാർ ഇങ്ങോട്ട് കൊടുക്കാം.
ഇനിയിപ്പോൾ ഈ ചിഹ്നം വേണ്ട, വേറെ ചിഹ്നമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ചിഹ്നം ഇവിടുന്ന് കളയാം. ഇതൊക്കെ കസ്റ്റമൈസ്ഡാണ്. ഇവിടെ നമുക്ക് ചിഹ്നം എലമെൻറ്റ്സ് എടുത്തിട്ട് ഇവിടെ ഏത് എലമെൻ്റാണ് ഇപ്പോൾ ഒരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ലോഗോ ആണ് വേണ്ടത്. എഡ്യൂക്കേഷൻ എടുത്തിട്ട് ഗ്രാഫിക്സ് എടുക്കുക. ഗ്രാഫിക്സ് എടുത്ത ശേഷം ഇപ്പോൾ ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇതാണ് വേണ്ടത്, ഇതെടുക്കുക. ഇതിവിടെ നമുക്ക് കൊടുക്കുക, ചെറുതാക്കുക. ഇനി ഇതിൻ്റെ കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം. അവിടെ കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട കളറ് നീലയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, എല്ലാം കൊടുക്കാം. ഇതിൻ്റെ ഒക്കെ കളർ മാറ്റാം, ഈ കളറൊക്കെ മാറ്റാം, കംപ്ലീറ്റ് കളർ മാറ്റാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്യാൻവയുടെ ഡിസൈനിങ് എന്ന് പറയുന്നത്. ക്യാൻവയുടെ ഡിസൈനിങ് ഏത് അറിവില്ലാത്ത ആൾക്കും വളരെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്യാൻവയുടെ വെബ്സൈറ്റിൽ കയറാം, ക്യാൻവയുടെ ആപ്ലിക്കേഷനിൽ കയറാം. നമുക്ക് മലയാളത്തിൽ പോസ്റ്ററുകൾ ഉണ്ടാക്കണമെങ്കിൽ മലയാളത്തിൽ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാം. വേറെ ഭാഷകളിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരുപാട് സവിശേഷതകളും സംവിധാനങ്ങളുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ക്യാൻവ എന്ന് പറയുന്നത്. ക്യാൻവയുടെ ഡിസൈൻ സ്പോട്ട്ലൈറ്റ്, ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബ്രോഷറുകൾ, സോഷ്യൽ മീഡിയക്ക് ആവശ്യമായിട്ടുള്ള മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ, പ്രിൻറ്റുമായി ബന്ധപ്പെട്ടത്, ഫോട്ടോസ് ആൻഡ് വീഡിയോസുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ. യൂട്യൂബ് വീഡിയോ എഡിറ്റർ, ഫോട്ടോ കൊളാഷ്, ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, എല്ലാ ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ടീച്ചറാണെങ്കിൽ ടീച്ചേഴ്സിന് ആവശ്യമുള്ളതുണ്ട്, സ്റ്റുഡൻസിന് ആവശ്യമുള്ളതുണ്ട്, ടീച്ചിങ് റിസോഴ്സസ് ഉണ്ട്, LMS ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതിന് വേണ്ട കാര്യങ്ങളുണ്ട്, കേസ് സ്റ്റഡീസ്, ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ ഓപ്ഷനുകളും ലഭ്യമായിട്ടുള്ള ഒരു വലിയ മേഖലയാണ് ക്യാൻവ എന്ന് പറയുന്നത്. നമുക്ക് ക്യാൻവയെക്കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഇതിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതുണ്ട്, അതുപോലെ PDF നോട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, പുസ്തകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പുസ്തകത്തിൻ്റെ കവറുകൾ ഉണ്ടാക്കുന്നുണ്ട്, വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്യാൻവയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു.